ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മെറ്റ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ത്രെഡ്സ് ആപ്ലിക്കേഷനിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്നുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. മെറ്റ പുറത്തിറക്കിയിരിക്കുന്ന ത്രെഡ്സ് ആപ്ലിക്കേഷൻ iOSലും ആൻഡ്രോയിഡിലും ഒരുപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് iOSലെ ആപ്പ് സ്റ്റോറിലും ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോറിലും ചെന്ന് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓൾറെഡി ത്രെഡ്സ് ആപ്ലിക്കേഷൻ നമുക്ക് ഒരെണ്ണം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ സ്വിച്ച് അക്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലാണോ ലോഗിൻ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഗെറ്റ് റെഡി ഫോർ ത്രെഡ്സ് എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ പിക്ക്, ബയോ, ലിങ്ക്, നെയിം എല്ലാ കാര്യങ്ങളും തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ഫ്രം ഇൻസ്റ്റഗ്രാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിരിക്കുന്ന നെയിം, ബയോ, ലിങ്ക് എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ പിക്ചറും അവിടെ ആഡ് ആകുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ടൈപ്പിലുള്ള അക്കൗണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പബ്ലിക് പ്രൊഫൈലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ പബ്ലിക് പ്രൊഫൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പേജാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പ്രൈവറ്റ് പ്രൊഫൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ പബ്ലിക് പ്രൊഫൈലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാവരുടെയും അക്കൗണ്ടുകൾ കാണാൻ സാധിക്കുന്നതാണ്. അവരൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഫോളോ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ഫോളോ ചെയ്യാം. എല്ലാവരെയും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹൗ ത്രെഡ്സ് വർക്ക്സ് എന്ന് പറയുന്ന ഒരു പേജിലോട്ടാണ് വരുന്നത്. എന്താണ് ത്രെഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ത്രെഡ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് താഴെയായിട്ട് ജോയിൻ ത്രെഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ത്രെഡ്സിലോട്ട് ജോയിൻ ആവുകയാണ്. ഇപ്പോൾ നമ്മൾ ത്രെഡ്സിൻ്റെ ഇൻ്റർഫേസിലോട്ടാണ് വന്നിട്ടുള്ളത്. ത്രെഡ്സിൻ്റെ ഹോം പേജിലോട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നെയിം, പ്രൊഫൈൽ പിക്ചർ, ബയോ, ലിങ്ക് ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പ്രൊഫൈൽ ഭാഗത്ത് തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ലോഗിൻ ആയിട്ടുള്ളത് ഏത് ഇൻസ്റ്റഗ്രാം ID ഉപയോഗിച്ചാണോ ആ ഇൻസ്റ്റഗ്രാം IDയിലോട്ട് ത്രെഡ്സിൽ നിന്ന് റീഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലോട്ട് ചെല്ലുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന് താഴെയായിട്ട് നിങ്ങളുടെ ത്രെഡ്സിൻ്റെ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാനായിട്ട് ഷെയർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാം ഐക്കണിന് സൈഡിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ്സിൻ്റെ സെറ്റിങ്സിലോട്ടാണ് വരുന്നത്. ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിങ്സുമായിട്ട് വളരെയധികം സാമ്യം പുലർത്തുന്നുണ്ട് ത്രെഡ്സിൻ്റെ ഇൻ്റർഫേസും. അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് വളരെ അധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഇതിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കുറയ്ക്കാനാണ്. ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാർണിംഗ് തരാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മിനിറ്റ് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എവരി 10 മിനിറ്റ്സിൽ ചെയ്യാം, എവരി 20 മിനിറ്റ്സിൽ ചെയ്യാം, എവരി 30 മിനിറ്റ്സിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മിനിറ്റുകൾ ഉപയോഗിച്ചതിന് ശേഷം അവിടെ നിന്ന് നമുക്കൊരു മുന്നറിയിപ്പ് വരികയാണ് ഇത്ര മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ബ്രേക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നെവർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. അക്കൗണ്ടിൽ ഡീആക്ടിവേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡീആക്ടിവേറ്റ് ത്രെഡ്സ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ത്രെഡ്സ് പ്രൊഫൈൽ ഡീആക്ടിവേറ്റ് ആയി പോകുന്നതാണ്. ഇനി നമ്മളുടെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണമെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്ത് അവരുടെ ത്രെഡ്സ് അക്കൗണ്ട് ഫോളോ ചെയ്യാനും അവരുടെ ത്രെഡ്സുകൾ വായിക്കാനും അവരുടെ പോസ്റ്റുകൾ കാണാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി പ്രൊഫൈലിന് സൈഡ് ഭാഗത്ത് കാണുന്ന ഇടത് ഭാഗത്ത് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഭാഗത്താണ് വരുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റിപ്ലൈസ്, മെസ്സേജുകൾ, മെൻഷൻസ് ഇവയെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്.
ഇനി നടുക്ക് ഭാഗത്താണ് ന്യൂ ത്രെഡ്സ് കൊടുക്കാനുള്ള ഭാഗം വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ്സുകൾ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗമാണ് വരുന്നത്. 500 ക്യാരക്ടർ വരെയുള്ള ത്രെഡ്സുകൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 10 ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം. 5 മിനിറ്റ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ത്രെഡ്സിലൂടെ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏത് പിക്ചറാണോ ആ പിക്ചർ ഇതിലോട്ട് പോസ്റ്റ് ആവുന്നതാണ്. ഇനി ആ പിക്ചർ റിമൂവ് ചെയ്യാനായിട്ട് അതിന് സൈഡിൽ കാണുന്ന ഇൻഡു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് എന്ന് എഴുതി കാണിക്കും. പോസ്റ്റ് ആയതിനു ശേഷം നമ്മളുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് ത്രെഡാണോ ആ ത്രെഡ് നമുക്ക് അവിടെ നമ്മുടെ പ്രൊഫൈലിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ ത്രെഡും നിങ്ങൾക്ക് ആ ത്രെഡിന് മുകളിൽ കാണുന്ന 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ത്രെഡോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കുന്ന ത്രെഡോ ഒക്കെ ഇവിടെ നിന്ന് ലൈക്ക്, കമൻറ്റ്, റീപോസ്റ്റ് അതേപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഷെയർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടു സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ആയിട്ട് ഏത് ത്രെഡാണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ത്രെഡ് നമുക്ക് ഇവിടെ സ്റ്റോറി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ത്രെഡ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരികയും അതിന് മുകളിലായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏത് പോസ്റ്റാണോ ആ പോസ്റ്റ് അവിടെ സെലക്ട് ആവുകയും ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ഫീച്ചറാണ്. ബേസിക്കലി ഈ ത്രെഡ്സ് ആപ്ലിക്കേഷൻ ട്വിറ്റർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ത്രെഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വെരിഫിക്കേഷൻ ബട്ടണുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രെഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ ബാഡ്ജ് അവിടെയും ആഡ് ആകുന്നതാണ്. ഇനി ത്രെഡ്സ് പ്രൊഫൈലിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് ഒരു ഗ്ലോബിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന മെൻഷൻസ്, മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഹിഡൻ വേർഡ്സ്, പ്രൊഫൈൽ യു ഫോളോ, നമ്മൾ ഫോളോ ചെയ്യുന്നവർ, നമ്മുടെ ഫോളോവേഴ്സ്, പെൻഡിങ് ലിസ്റ്റിൽ കിടക്കുന്നവർ എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽസ് കാണാനായിട്ട് ബ്ലോക്ക്ഡ് പ്രൊഫൈൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഹൈഡ് ലൈക്സ് നമ്മൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ഹൈഡ് ലൈക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. എല്ലാം തന്നെ ഇൻസ്റ്റഗ്രാമുമായിട്ട് വളരെയധികം സാമ്യം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർക്ക് ത്രെഡ്സ് ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതും അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാര്യങ്ങളുമെല്ലാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.